Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ചെണ്ടയിൽ താളമിട്ട് മാട്ടൂൽ സ്വദേശികളും. ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രിക്ക് മുന്നിലാണ് കേരളത്തിൽ നിന്നുമുള്ള കലാകാരന്മാർ മേളപ്പെരുക്കം തീർത്തത്. വാദ്യസംഘത്തിലെ കണ്ണൂർ മാട്ടൂൽ സ്വദേശി KV പ്രണവിന്റെ കയ്യിൽ നിന്നും ചെണ്ടക്കോൽ വാങ്ങിയ പ്രധാനമന്ത്രിയും താളം പിടിച്ചു. ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരള വാദ്യസംഘത്തിനൊപ്പം ചെണ്ടയിൽ താളമിട്ടു. കലാവിരുന്ന് ആസ്വദിച്ചു നീങ്ങുന്നതിനിടെ പ്രധാനമന്ത്രി കേരള സംഘത്തിന്റെ അടുത്തെത്തി കണ്ണൂർ മാട്ടൂൽ കാവിലെപ്പറമ്പിലെ KV പ്രണവിന്റെ കയ്യിൽ നിന്നും ചെണ്ടക്കോൽ വാങ്ങി കൊട്ടുകയായിരുന്നു. ഇതോടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 16-അംഗ സംഘം മേളപ്പെരുമഴയാണ് തീർത്തത്. കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ തുരുത്തി നിലമംഗലം വനിതാ വാദ്യസംഘം, കമ്പിക്കാനത്തെ ഗുരുനാഥൻ കലാസമിതി, മാട്ടൂൽ നക്ഷത്ര കലാസമിതി, വടക്കൻസ് 7 വാദ്യസംഘങ്ങളിലെ കലാകാരന്മാരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. മാട്ടൂൽ സ്വദേശി K അരുൺ, ചെറുവത്തൂർ തുരുത്തി എരഞ്ഞിക്കൽ സ്വദേശികളായ T സുനിത, T സുനീതി, C മിനി, M രുക്മിണി, K സുജാത, TV സംഗീത, K സഞ്ജന, M ഹേന, KP ശകുന്തള, AT ഷിജി, K ശ്രീമതി, നീലേശ്വരം സ്വദേശികളായ ഷിബിൻ രാജ്, വിശാഖ്, അഭിനവ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. കലാപരിപാടി അവതരിപ്പിച്ച ശേഷം സംഘം 2 ദിവസത്തിനു ശേഷം നാട്ടിൽ തിരിച്ചെത്തും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാലപ്പഴക്കത്തിന്റെ അവശതകളില്ലാതെ ഇന്നും കരുത്തോടെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് പയ്യന്നൂർ ആനന്ദതീർത്ഥാശ്രമത്തിലെ ആ ഗാന്ധിമാവ്. ഗാന്ധിജിയുടെ സ്മരണകൾ ഇരമ്പുന്ന ഈ മാവിനിപ്പോൾ പ്രായം 92. ആനന്ദതീർത്ഥാശ്രമം സന്ദർശിക്കാനെത്തുന്നവർക്ക് ഇന്നും ഈ വൃക്ഷം ഒരു അത്ഭുതമാണ്. ഇത് പയ്യന്നൂർ ആനന്ദതീർത്ഥാശ്രമം. ഇവിടെ 1934 ജനുവരി 12-ന് ഗാന്ധിജി വരികയും ഒരു മാവ് നടുകയും ചെയ്തു. ഇന്ന് അതിൻ്റെ 92-ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. ഈ മാവ് ഇന്ന് അറിയപ്പെടുന്നത് ഗാന്ധിമാവ് എന്നാണ്. മഹാത്മജി കേരളത്തിൽ ഹരിജൻ എന്ന മാസികയ്ക്ക് വേണ്ടിയുള്ള ഫണ്ട് സംഭരണത്തിന് വേണ്ടിയായിരുന്നു 1934 കേരളത്തിൽ വന്നത്. പല സ്ഥലങ്ങളിലും അധികം ഫണ്ട് പിരിവിന് വരുന്നു. വടകരയിൽ വെച്ച് വിനോദിനിയമ്മ എന്ന ചെറിയ കുട്ടി കമ്മലും മാലയൊക്കെ ഊരി സ്വർണം അച്ഛനമ്മയുടെ അമ്മയില്ലാതെ ഊരി കൊടുത്ത സംഭവം അന്ന് വളരെ എല്ലാവരും വളരെ അത്ഭുതത്തോട് ശ്രദ്ധിച്ചതാണ്. കണ്ണൂരിലെത്തിയപ്പോൾ സ്വാമി ആനന്ദതീർത്ഥൻ സ്വാമിജിയെ നേരിട്ട് കണ്ട് അദ്ദേഹം ഗാന്ധിജിയെ നേരിട്ട് കണ്ട് ഈ ആശ്രമം സന്ദർശിക്കണം, പയ്യന്നൂരിലുള്ള ശ്രീനാരായണ വിദ്യാലയം സന്ദർശിക്കണമെന്ന് അപേക്ഷിച്ചു. അവിടെയുള്ള കുട്ടികളുമായിട്ട് പ്രാർത്ഥന പങ്കുകൊള്ളണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹം പയ്യന്നൂരിൽ വണ്ടി ഇറങ്ങി കാൽനടയായിട്ട് നമ്മുടെ ആശ്രമത്തിലേക്ക് വന്നത്. കൂടെ സ്വാമി ആനന്ദതീർത്ഥനും ഉണ്ടായിരുന്നു. ഇവിടെ കുട്ടികളുടെ കൂടെ ആദ്യം അന്നുണ്ടായിരുന്ന കുട്ടികൾ, മനോരമ മാസ്റ്റർ, പ്രഭാര ശർമ്മ, അതുപോലുള്ള അന്ന് രാജ്യത്തെ കുട്ടികൾ അവരുടെ കൂടെ ഈ പ്രാർത്ഥന മുറിയിൽ വെച്ച് പ്രാർത്ഥന ചൊല്ലിയിരുന്നു. പിന്നീട് ആണ് അദ്ദേഹം പോകുന്നതിന് മുമ്പായിട്ട് ഗാന്ധിയോട് അപേക്ഷിച്ചത് അദ്ദേഹം ഗാന്ധി വന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഒരു മാവിൻ തൈ നടുവാൻ വേണ്ടി അദ്ദേഹം അപേക്ഷിച്ചു. അപ്പോൾ അങ്ങനെയാണ് മാവിൻ തൈ നട്ടിട്ട് ഇവിടെ വെള്ളമൊഴിച്ച് വളർത്തിക്കൊണ്ടുവന്നത്. ആ ഗാന്ധിജി നട്ട മാവ് അത്രയും പ്രാധാന്യത്തോടുകൂടി തന്നെ ഇവിടുത്തെ അന്തേവാസികൾ അന്നു മുതൽ ഇതുവരെ സ്വാമിജിയും അന്തേവാസികളും അതിനെ പരിപാലിച്ചുകൊണ്ട് വന്നു. അതിൻ്റെ ആദ്യത്തെ ഫലം വന്നപ്പോൾ സ്വാമിജി തന്നെ അത് പറിച്ച് ഗാന്ധിജിക്ക് പാർസലായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്മരണകളിൽ എഴുതിയിട്ടുണ്ട്. ഇന്നും ഇത്രയും
ആരോഗ്യത്തോടെ ഈ മാവ് നിലനിൽക്കാനുള്ള കാരണം അതിന് കിട്ടുന്ന പരിഗണനയാണ് ഈ ട്രസ്റ്റ്. അതിനുശേഷം ട്രസ്റ്റും ആൾക്കാരും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും തന്നെ ഈ ഗാന്ധി മാവിനെ പരിപാലിച്ചു പോരുന്നുണ്ട്. ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും ഈ മാവ്? 92. അപ്പോൾ ഗാന്ധിജി വന്നതിന്റെ 92ാം ദിവസമാണ് വാർഷികമാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത്. ഏത് തരം മാവാണ് ഇത് നട്ടത്? മൽഗോവ. 92 വയസ്സുള്ള ഈ ഗാന്ധിമാവിന്റെ പരിചരണം ഇവരിലും സുരക്ഷിതമാണ്. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. നാടിന്റെ ഐക്യവും മതസൗഹാർദ്ദവും വിളിച്ചോതുന്ന മനോഹരമായ കാഴ്ചയ്ക്ക് പെരുമ്പ സാക്ഷ്യം വഹിച്ചു. ചിറ്റാരിക്കോവലിൽ നിന്നും കണ്ടോത്ത് കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള തിരുമുൽ കാഴ്ചയിൽ പങ്കെടുത്തവർക്ക് പാനീയങ്ങളും ലഘുഭക്ഷണങ്ങളും വിതരണം ചെയ്ത പെരുമ്പ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയും പ്രവർത്തകരും മാതൃകയായി. കേരളത്തിന്റെ പാരമ്പര്യമായ മതസൗഹാർദ്ദം വെറും വാക്കിലല്ല പ്രവൃത്തിയിലാണെന്ന് തെളിയിക്കുകയായിരുന്നു പെരുമ്പയിലെ ഈ കാഴ്ച. തിരുമുൽ കാഴ്ചയുടെ ഭാഗമായി എത്തിയ നൂറുകണക്കിന് ഭക്തർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്വാസമായി ശീതളപാനീയങ്ങളും പഴങ്ങളും ലഘുപലഹാരങ്ങളും പെരുമ്പ ജമാഅത്ത് പ്രവർത്തകർ വിതരണം ചെയ്തു. ജാതിമത ചിന്തകൾക്കതീതമായി മനുഷ്യർ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഉദാത്തമായ കാഴ്ചയ്ക്കാണ് പെരുമ്പ ടൗൺ കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. പ്രദേശത്തെ പ്രമുഖ സന്നദ്ധ പ്രവർത്തകരായ AFC മുജീബ്, നാസിം SP, ഫൈസി SP, ജാഫർ, മുനീർ കാട്ടി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വിതരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. മതങ്ങൾക്കിടയിലെ വേലിക്കെട്ടുകൾ തകർത്ത് സാഹോദര്യത്തിന്റെ സന്ദേശം പകർന്നു നൽകിയ ഈ പ്രവർത്തനം സോഷ്യൽ മീഡിയയിലും നാട്ടുകാർക്കിടയിലും വലിയ പ്രശംസയാണ് പിടിച്ചുപറ്റിയത്. വിദ്വേഷമില്ലാത്ത നാളേക്കായി ഇത്തരം കൂട്ടായ്മകൾ വലിയ ഊർജമാണ് നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വെള്ളത്താടിയും ഗൗരവം തുളുമ്പുന്ന കണ്ണുകളും ലളിതമായ വേഷവിധാനവും. ദൂരക്കാഴ്ചയിൽ അത് നരേന്ദ്രമോദിയാണെന്ന് ആരും ഉറപ്പിച്ചു പോകും. ഒരു തീവണ്ടി കാത്തുനിൽപ്പിനിടയിൽ ആരോ പകർത്തിയ ചിത്രം സൈബർ ലോകത്ത് കാട്ടുതീ പോലെ പടർന്നപ്പോൾ പയ്യന്നൂർ മാത്തിൽ സ്വദേശിയായ PK രാമചന്ദ്രൻ എന്ന സാധുമനുഷ്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അപരനാവുകയായിരുന്നു. പയ്യന്നൂരിൽ മോദി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ ഒരല്പ ബുദ്ധിമുട്ടൊക്കെ കാണും. എന്നാൽ പയ്യന്നൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് രൂപസാദൃശ്യമുള്ള ഒരു മനുഷ്യനുണ്ട്. മാത്തിൽ സ്വദേശി PK രാമചന്ദ്രൻ. അദ്ദേഹത്തിന്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങിച്ചെല്ലുന്നത്. സത്യത്തിലൊരു മോദി ഫാൻ തന്നെയാണോ? മോദിയുടെ രാഷ്ട്രീയമൊക്കെ ഉണ്ടോ? മോദിയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മോദിയുടെ രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തിന് ജനങ്ങൾക്കും വളരെയധികം പ്രോഗ്രസീവായിട്ടുള്ളതല്ലേ. അപ്പോൾ പ്രോഗ്രസീവായിട്ട് നമ്മളൊക്കെ വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ വോട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം നമ്മൾക്കുണ്ട്, അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനമൊന്നുമില്ല. അപ്പോൾ വോട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയമുണ്ട്, നമ്മുടെ രാഷ്ട്രത്തിന് വളരെ നല്ലതായിട്ട് ചെയ്യുന്ന ഒരു പാർട്ടി, അത് മാത്രമല്ല. ജനങ്ങൾ എത്രത്തോളം ഏറ്റെടുത്തിട്ടുണ്ട്? ഒരു മോദിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് തന്നെ പോവുകയാണെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ടോ? ഉണ്ട്, നിറയെ. എവിടെ പോയി കഴിഞ്ഞാലും ആൾക്കാർ, നൂറുകണക്കിന് ആൾക്കാർ സെൽഫി എടുക്കാൻ വേണ്ടി വരാറുണ്ട് എപ്പോഴും. അതൊക്കെ വളരെയധികം അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മോദിയോട് ഇത്രമാത്രം ആൾക്കാർക്ക് വളരെയധികം താല്പര്യവും അവരുടെ ഉള്ള റെസ്പെക്റ്റുമാണ് ഇങ്ങനെയാണ്. ഈ അടുത്തായിട്ട് നമ്മൾ ഇവിടെ വാഗമണ്ണിൽ പോയപ്പോൾ ട്രാഫിക് മുഴുവൻ അടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രാഫിക്കിൻ്റെ ഇടയിൽ നിന്ന് ആ വണ്ടി അവിടെ തന്നെ നിർത്തിയിട്ട് ചാടി ഇറങ്ങിയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്, എൻ്റെ സെൽഫി. അപ്പോൾ അത്രമാത്രം അവർക്ക് മോദിയായിട്ട് ബഹുമാനവും ആദരവുമാണ്. എപ്പോഴാണ് ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയത്? അത് വളരെ വർഷം മുമ്പ് തന്നെ. അവർ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നേരം മോദി പ്രധാനമന്ത്രി ആയിരുന്നല്ലോ. പ്രധാനമന്ത്രിയായി ഇപ്പം വേൾഡ് ലീഡറൊക്കെ ആകുമ്പം അയാൾ ലോകത്തുള്ള എല്ലാ കുട്ടികളടക്കം എല്ലാവർക്കും വളരെയധികം താല്പര്യമുണ്ട്, അവരെല്ലാവരും അറിയുന്നു. അപ്പോൾ അവരനുസരിച്ച് എനിക്ക് പ്രോഗ്രസ് കിട്ടിക്കൊണ്ട്. സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലേ? സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, 2-3 ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ. ഈയിടെ ഡൽഹി പോയപ്പോൾ മോദിയാണെന്ന് പറഞ്ഞ് കുറേ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കാൻ വന്നിരുന്നല്ലേ? ഞാൻ അവിടെ ഡൽഹിയിൽ ശരിക്കും അയോധ്യയിൽ പോകുന്നതായിരുന്നു, കാശി അയോധ്യയിൽ. അപ്പം ഡൽഹി വഴിയാണ് പോയത്. അപ്പം ഡൽഹിയിൽ ചെന്ന് പിന്നെ കുത്തബ് മിനാറും പിന്നെ ആഗ്രയിൽ ചെന്ന് പിന്നെ താജ്മഹലൊക്കെ പോയപ്പോൾ അവിടെ സ്റ്റുഡൻസ് അവർ വന്നിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയുടെ മൊത്തമായിട്ട്. അപ്പോൾ അവരൊക്കെ വന്ന് കണ്ടുമാനം എല്ലാവർക്കും ഫോട്ടോ എടുക്കേണ്ടി വന്നു. അതൊരു വലിയൊരു അനുഭവമാണ്.
ഈ ഒരു മോദിയുടെ രൂപം ഇവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടി കക്ഷികളും വിവിധ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ മോദി ഫാൻ ആവണം എന്നില്ല എല്ലാവരും. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. അവരിപ്പം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ കൂടി മോദിയോട് അവർക്കെല്ലാം ഒരു ബഹുമാനമുണ്ട്. കാരണം രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്കും പിന്നെ വേൾഡ് ലീഡറാണെന്നുള്ള നിലയ്ക്കും അത് എല്ലാവരും ഇപ്പം ഈ അടുത്തായിട്ട് തന്നെ എനിക്ക് രാഷ്ട്രീയ പാർട്ടിയിൽ വ്യത്യസ്തമായ പാർട്ടികളുടെ അവരുടെ ഒരു ആദരവിനെ എനിക്ക് എന്നോട് ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ആൾക്കാർ. എന്തായാലും ഈ പയ്യന്നൂർ മോദിക്ക് യഥാർത്ഥ നരേന്ദ്രമോദിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും ഒന്ന് തൊടാനും ഒക്കെ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പയ്യന്നൂർ മോദിയോടൊപ്പം ക്യാമറമാൻ അഗ്നിവേഷിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ നഗരസഭാ ഓഫീസിന് സമീപത്തെ പെരുമ്പാത്തോടിന് അരികിൽ നിന്ന് 3 പെരുമ്പാമ്പുകളെ പിടികൂടി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് നാട്ടുകാരെയും നഗരസഭാ ജീവനക്കാരെയും പരിഭ്രാന്തിയിലാഴ്ത്തി പാമ്പുകളെ കണ്ടെത്തിയത്. പയ്യന്നൂർ നഗരസഭയുടെ അരികിലൂടെ ഒഴുകുന്ന പെരുമ്പത്തോടിന് സമീപത്താണ് ആദ്യം പെരുമ്പാമ്പിനെ കണ്ടത്. 4 മീറ്ററിലധികം നീളമുള്ള വലിയൊരു പെരുമ്പാമ്പിനെയാണ് ആദ്യം പിടികൂടിയത്. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ സമീപത്തു നിന്ന് തന്നെ താരതമ്യേന ചെറിയ 2 പാമ്പുകളെ കൂടി കണ്ടെത്തുകയായിരുന്നു. പിടികൂടിയ പാമ്പുകളെ പിന്നീട് വനംവകുപ്പ് അധികൃതർക്ക് കൈമാറി. ജനവാസ മേഖലയ്ക്ക് തൊട്ടടുത്തുള്ള തോട്ടിൽ നിന്നും പാമ്പുകളെ പിടികൂടിയത് പ്രദേശവാസികൾക്കിടയിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രത്യേക വികസന നിധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലാപ്ടോപ്പും പ്രിന്ററും അനുബന്ധ ഉപകരണങ്ങളും ചെറുവത്തൂർ അക്ഷര ഗ്രന്ഥാലയത്തിന് അനുവദിച്ച എം രാജഗോപാലൻ MLAക്ക് അക്ഷര വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ അനുമോദനം നൽകി. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന നിർവാഹക സമിതി അംഗം PVK പനിയൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അക്ഷര ഫൈൻ ആർട്സ് സൊസൈറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ എം രാജഗോപാലൻ MLA ഗ്രന്ഥാലയത്തിന് ഷെൽഫും ബുക്കുകളും നൽകിയ വത്സ, രാജൻ എന്നിവരെ അനുമോദിച്ചു. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന നിർവാഹക സമിതി അംഗം PVK പനിയാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലാപ്ടോപ്പും കമ്പ്യൂട്ടറാണ് ഇന്ന് ഏറ്റവും അത്യാവശ്യം ലൈബ്രറിയിൽ. ഏറ്റവും അത്യാവശ്യമാണ്. കാരണം നമ്മുടെ പുസ്തകങ്ങളൊക്കെ രേഖപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ, ജില്ലയിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിലൂടെ നമുക്ക് സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. ആ ഒരു കാലമാണ് വരാൻ പോകുന്നത്. വളരെ വളരെ ചെറിയ കുട്ടിക്കാലത്ത് നിർത്തിയാണ് നമ്മുടെ ലൈബ്രറികൾ. നാഷണൽ ലൈബ്രറികൾ കൊൽക്കത്തയിൽ ഞാൻ കഴിഞ്ഞ വർഷം പോയപ്പോൾ വാസ്തവത്തിൽ ഞാൻ അന്തം വിട്ടുപോയി ആ നാഷണൽ ലൈബ്രറി കണ്ടിട്ട്. ഞാൻ പോയി എൻ്റെ പേര് ചോദിച്ചു. ഞാൻ എൻ്റെ പേര് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ പുസ്തകം ഇവിടെ ഉണ്ടെന്നുള്ളത്. അവരെ നോക്കുമ്പോഴേക്ക് എല്ലാ പുസ്തകത്തിനും 26ഓളം പുസ്തകങ്ങളുടെ കവറുകൾ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. എവിടെ ഏഴയോ ക്ലാസ്സുകൾ മൂലയിൽ നിൽക്കുന്ന എൻ്റെ പുസ്തകത്തിൻ്റെ ഈ കവറുകൾ മുഴുവൻ അവിടെ കൊൽക്കത്തയിൽ നാഷണൽ ലൈബ്രറിയിൽ കിടക്കുകയാണ്. അപ്പോൾ ലോകം അങ്ങനെയാണ്, ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അക്ഷരങ്ങൾക്ക് മനുഷ്യൻ അകന്നോടെ എല്ലാ കമ്പ്യൂട്ടറുകളാണ്. വായന മുഴുവൻ, പുസ്തകങ്ങൾ മുഴുവൻ തീവണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോവുകയാണ്. അക്ഷര ഗ്രന്ഥാലയം പ്രസിഡന്റ് KK രാജൻ അധ്യക്ഷത വഹിച്ചു. എം രാജഗോപാലൻ MLA, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനിമോൾ, എഴുത്തുകാരി വത്സല രാജൻ, O ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, PK ഭാസ്കരൻ, TV ലത, M രമേശൻ, K സുധ ടീച്ചർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഭിന്നിപ്പിന്റെയും വേർതിരിക്കലിന്റെയും മാറിയ കാലഘട്ടത്തിൽ തങ്ങളെ വേർതിരിക്കാൻ കഴിയില്ലെന്നും വൈവിധ്യത്തോടുകൂടിയ മനുഷ്യരുടെ കൂട്ടായ്മയാണ് നമ്മുടേതെന്നും കാട്ടിക്കൊടുക്കാൻ വിദ്യാലയങ്ങളിൽ കഴിയണമെന്നും ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P മുജീബ് റഹ്മാൻ അഭിപ്രായപ്പെട്ടു. പടന്ന ICT ഇംഗ്ലീഷ് സ്കൂൾ സീനിയർ സെക്കൻഡറി സമർപ്പണവും സയൻസ് ലാബ് ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സൗദ പടന്ന എൻഡോമെന്റ് പ്രഖ്യാപനവും ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P മുജീബ് റഹ്മാൻ നിർവഹിച്ചു. നടക്കുമ്പോൾ അങ്ങനെ ഞങ്ങളെ പുലർത്താൻ കഴിയില്ല. ഞങ്ങൾ എല്ലാ വൈവിധ്യത്തോടും കൂടി ഞങ്ങൾ
മനുഷ്യരാണ് എന്ന് പറയുന്ന ഒരു വലിയ ആശയത്തെ നമ്മുടെ ക്ലാസ് റൂം പകർന്നു കൊടുക്കണമെന്നുള്ളതാണ്. ഈ ക്യാമ്പസിൽ നിന്നൊരു സാമുദായികവാദി ഉണ്ടാകാൻ പാടില്ല, ഈ ക്യാമ്പസിൽ നിന്നൊരു വർഗീയവാദി ഉണ്ടാകാൻ പാടില്ല, ഈ ക്യാമ്പസിൽ നിന്നൊരു എക്സ്ട്രീമിസ്റ്റ് ഉണ്ടാകാൻ പാടില്ല, ഈ ക്യാമ്പസിൽ നിന്നൊരു സങ്കുചിതത്വവാദി ഉണ്ടാകാൻ പാടില്ല. ജാതിയുടെയും ജാതീയതയുടെയും വർഗീയതയുടെയും തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഒക്കെ അപ്പുറത്ത് നിന്റെ മക്കളാണ് മനുഷ്യൻ എന്ന് പറയുന്ന കാഴ്ചപ്പാട്. എൻ്റെ അടുത്തിരിക്കുന്ന ആദിവാസി ആയിരിക്കും അവൻ, ശരിയാവണ്ണം അർത്ഥം ധരിച്ചിട്ടുണ്ടായിരിക്കില്ല അവൻ. ഒരുപക്ഷെ അവൻ്റെ വായിലെല്ലാം വെറ്റില മുറുക്കിയ ഒരുപാട് അതിൻ്റെ എല്ലാ ചുവപ്പും അവിടെ കാണുന്നുണ്ടാവും. പക്ഷെ ഞാൻ അറിയണം അയാളും എൻ്റെ സഹോദരിയാണ് എന്ന്. ICT ചെയർമാൻ VN ഹാരിസ് അധ്യക്ഷത വഹിച്ചു. ICT മുൻ ചെയർമാനും ഗൾഫ് മാധ്യമം ചീഫ് എഡിറ്ററുമായ ഹംസ അബ്ബാസ് മുഖ്യാതിഥിയായി. ICT വിദ്യാർത്ഥികൾ ഒരുക്കിയ ഡിജിറ്റൽ ഫെസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് PC സുബൈദ ഉദ്ഘാടനം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി മേഖല നാസിം, UP സിദ്ദിഖ് മാസ്റ്റർ, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് PS അബ്ദുള്ള കുഞ്ഞി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MK മുഹമ്മദ് അഷ്റഫ്, ICT പ്രിൻസിപ്പൽ UC മുഹമ്മദ് സാദിഖ്, വൈസ് പ്രിൻസിപ്പൽ MKC ഇർഫാന എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സംസ്ഥാന തലത്തിൽ വിവിധ മത്സര പരീക്ഷകളിലും കലാമത്സരങ്ങളിലും മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. സ്കൂൾ മൈതാനത്ത് 14 വരെ വൈകുന്നേരം 6:30 മുതൽ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കഴിഞ്ഞ 25 വർഷമായി പെരുമ്പയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ജിയോജിതിന്റെ പയ്യന്നൂർ ശാഖ കൂടുതൽ സൗകര്യങ്ങളോടെ ഹൈവേയിലുള്ള കണ്ടോത്ത് BM ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 25 വർഷമായി പെരുമ്പയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ജിയോജിത്തിന്റെ പയ്യന്നൂർ ശാഖ കൂടുതൽ സൗകര്യങ്ങളോടെ ഹൈവേയിലുള്ള കണ്ടോത്ത് BM ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു. ഓഹരി വ്യാപാരം, കമ്മോഡിറ്റി വ്യാപാരം, മ്യൂച്വൽ ഫണ്ട്, SIP, ഇൻഷുറൻസ്, IPO, PMS എന്നിങ്ങനെയുള്ള സേവനങ്ങൾ ലഭ്യമാണ്. ജിയോജിത്ത് പയ്യന്നൂർ ശാഖ ഉദ്ഘാടനം നഗരസഭ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി നിർവഹിച്ചു. ജിയോജിത്ത് സ്റ്റേറ്റ് ഹെഡ് ശബരീഷ് K, റീജിയണൽ മാനേജർ ആന്റണി ജോസഫ്, ബ്രാഞ്ച് മാനേജർ രാജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. നാളിതുവരെ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ പ്രിയപ്പെട്ട ഇടപാടുകാർക്കും നന്ദി അറിയിക്കുന്നതായും അതോടൊപ്പം തുടർന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതായി ജിയോജിത്ത് ഭാരവാഹികൾ അറിയിച്ചു. ജിയോജിത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് 9447781122 എന്ന നമ്പറിലോ 049852011122 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഗാവ പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും സംഗീത വിരുന്നും സംഘടിപ്പിച്ചു. ഗാന്ധി പാർക്കിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. ഗാവ പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സും സംഗീത വിരുന്നും പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഓരോ രംഗത്തും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന നിരവധിയായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഈ പയ്യന്നൂരിൻ്റെ കൂടി ഭാഗമാണെന്നത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. സംഗീതവും അതോടൊപ്പം തന്നെ നാടകവും, പൂരക്കളി, കോൽക്കളി, പ്രസംഗം, നൃത്തം, നമ്മൾ ഏത് മേഖല പരിശോധിച്ചാലും അവിടെയെല്ലാം പ്രത്യേകമായ കയ്യൊപ്പ് പതിച്ച ആളുകൾ പയ്യന്നൂരിൻ്റെ കൂടി ഭാഗമാകുന്നത് നമുക്കെല്ലാം തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്.
സിനിമാ സംവിധായകൻ മനോജ് ഖാന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സുരേഷ് അന്നൂർ, സരോജിനി തോലാട്ട്, രമേശൻ പെരിന്തട്ട, നിരുപം സായി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കെ ഹരിഹർ കുമാർ ആദരഭാഷണം നടത്തി. കെ രാമകൃഷ്ണൻ, സുധീർ മാവില തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സംഗീത വിരുന്നും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണൂർ ഭാവരാഗം ഓർക്കസ്ട്രയുടെ നേതൃത്വത്തിൽ ചെറുകുന്നിൽ MD ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. കണ്ണൂർ ഭാവരാഗം ഓർക്കസ്ട്രയുടെ നേതൃത്വത്തിൽ ചെറുകുന്നിൽ MD ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് KV രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സിനിമ അന്ന് വരുമ്പോൾ അതിൻ്റെ അഭിനയിച്ചവരൊക്കെ മഹാന്മാരുടെ വിജയാനുള്ളവരാണ്. പക്ഷെ അതിൽ ആ കാലത്ത് ടെക്നോളജി ഒന്നും വളരാത്ത കാലത്ത് നമ്മുടെ മലയാള സിനിമാ ലോകത്തിൽ MD സംവിധാനത്തിൽ നമുക്ക് ലഭിച്ച ഒരു മുത്താണ് പോലെ ചെട്ടിക്കുള്ളിലുള്ള ഒരു മുത്ത് പോലെയാണ്. എന്നും നിർമ്മാല്യം വളരെ പ്രസക്തമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്കറിയാം, ഒരുപാട് വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അനാവശ്യ ചർച്ചകളും നടക്കുമ്പോഴൊക്കെ നമ്മൾ ഒരിക്കലെങ്കിലും ഒരു ചർച്ചയിലെങ്കിലും MDയുടെ നിർമ്മാല്യത്തെ കുറിച്ചൊന്നും പരാമർശിച്ചു പോകാതിരിക്കില്ല. നിർമ്മാല്യം മാത്രമല്ല, MD ഒരു സിനിമക്കാരനല്ല. ഗായകൻ സതീഷ് വിനോദ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. C വിജയൻ, KP ശ്രീധരൻ നമ്പ്യാർ, മുസ്തഫ, മലബാർ രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മലയാളത്തിന്റെ ഭാവഗായകൻ P ജയചന്ദ്രന്റെ അനുസ്മരണ ഭാഗമായി തൃക്കരിപ്പൂർ തങ്കയം മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക ക്ലബിന്റെ നേതൃത്വത്തിൽ ജയചന്ദ്ര സംഗീതമൊരുക്കി. MAM ഗ്രന്ഥാലയം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു ഉദ്ഘാടനം ചെയ്തു. നാട്ടിൻപുറത്തെയും മറ്റിടങ്ങളിലെയും വ്യത്യസ്ത മേഖലകളിലുള്ള 15-ൽ പരം ഗായകരാണ് പതിറ്റാണ്ടുകൾക്കിടയിൽ ജയചന്ദ്രൻ എന്ന അനശ്വര ഗായകന്റെ ശബ്ദത്തിൽ പുറത്തിറങ്ങിയ ഗാനങ്ങൾ ആലപിച്ചത്. വിദ്യാർത്ഥികൾ മുതൽ ഗായക ദമ്പതികൾ വരെ ജയചന്ദ്രന്റെ പാട്ടുകൾ മത്സരിച്ച് അവതരിപ്പിച്ചു. 65 പിന്നിട്ടവരും ഗാനങ്ങൾ ആലപിച്ചു. ഗ്രന്ഥാലയം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു ഉദ്ഘാടനം ചെയ്തു. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ ഈ നാടിന് എന്ത് സംഭാവന ചെയ്യുന്നു, അതാണ് പിന്നീട് ഏറ്റവും ഓർക്കുന്നത്. പ്രത്യേകിച്ച് സംഗീതത്തിൽ യേശുദാസ് ആയാലും ബഹുമാനപ്പെട്ട P ജയചന്ദ്രനായാലും ഈ മലയാള സംഗീതത്തിന് ഒട്ടേറെ ഏകദേശം 10,000-ലധികം ഗാനങ്ങളാണ് മലയാളത്തിലും തമിഴിലും കന്നഡയിലും ഒക്കെ പാടിയത്. അതിൽ പലതും മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പോലും മൂളാത്ത ഒരു മലയാളി പോലും ഇന്നുണ്ടാവില്ല. എന്നാൽ ഈ കാലത്തിൻ്റെ മാറ്റത്തിൽ ഓരോ ദിവസവും ഗായകർ പുതിയതായി ജീവിച്ച് അല്ലെങ്കിൽ ജനിച്ചു വരിയുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് മലയാള സംഗീതത്തിൽ പോലും മലയാള സിനിമാ ലോകത്ത് പോലും പുത്തൻ പാട്ടുകാർ വരുന്നു. അവരുടെ പാട്ടുകൾ ഇങ്ങനെ ഓരോ ദിവസവും ട്രെൻഡുകളായി ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ ആയുസ് എന്ന് പറയുന്നത് വെറും ആഴ്ചകൾ മാത്രമാണ്. MAM ക്ലബ്ബ് പ്രസിഡന്റ് കക്കുന്നം പത്മനാഭൻ പണിക്കർ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥാലയം പ്രസിഡന്റ് B പവിത്രൻ, സെക്രട്ടറി സവിത, MAM ക്ലബ്ബ് സെക്രട്ടറി KV മനോജ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം കാസർഗോഡ് ജില്ലാ സമ്മേളനം ജനുവരി 15-ന് കാലിക്കടവ് കരക്കക്കാവ് ഓഡിറ്റോറിയത്തിൽ നടക്കും. സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 15-ന് രാവിലെ 9 മണിക്ക് പ്രകടനത്തോടെയാണ് ജില്ലാ സമ്മേളനത്തിന് തുടക്കമാവുക. 10 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം കേരള രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. M രാജഗോപാലൻ MLA മുഖ്യാതിഥിയായിരിക്കും. വിവിധ ജനപ്രതിനിധികൾ പങ്കെടുക്കും. തുടർന്ന് ജനറൽ കൗൺസിൽ യോഗം നടക്കും. കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന വയോജന സംഗമം സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടക്കും. വാർത്താ സമ്മേളനത്തിൽ T അബൂബക്കർ ഹാജി, K സുകുമാരൻ മാസ്റ്റർ, M ഗംഗാധരൻ, YMC ചന്ദ്രശേഖരൻ, KT ശിവദാസൻ, P നാരായണൻ അടിയോടി, രത്നാകരൻ പിലാത്തടം, ലൂക്കോസ് മുളവനായിൽ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.